ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിൽ 5 വിക്കറ്റിന്റെ കനത്ത പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ടീം ഇന്ത്യ. ലീഡ്സിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ 371 റൺസ് വിജയലക്ഷ്യം 5 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇംഗ്ലണ്ട് മറികടക്കുകയായിരുന്നു. ടെസ്റ്റ് ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലിന് ആദ്യ മത്സരത്തിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. കളി ജയിക്കണമെങ്കിൽ ടീം വർക്കും വേണം, ഒറ്റയാൾ പോരാട്ടം മാത്രം പോരാ. 5 സെഞ്ചുറികൾ നേടിയ ടീം ഇതുവരെ ഒരു ടെസ്റ്റ് മാച്ചും തോറ്റിട്ടില്ല. ഇന്ന് റെക്കോർഡ് ആദ്യ മത്സരത്തിൽ തന്നെ തിരുത്തിക്കൊണ്ട് ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ തുടങ്ങി. ആകെ കണ്ട പോസിറ്റീവുകൾ ഇന്ത്യയുടെ മുൻനിര ബാറ്റിംഗും ബുംറയുടെ ബൌളിംഗും മാത്രം. 4 ബോളുകൾ നന്നായി എറിഞ്ഞാൽ അടുത്ത 2 ബോളുകൾ ബൗണ്ടറികളാക്കുന്ന പ്രസിദ്ധ് കൃഷ്ണയും താക്കൂറും ഇന്ത്യൻ ബൌളിംഗ് നിരയെ ദുർബലമാക്കി. ഈ തോൽവിയുടെ പ്രധാന ഉത്തരവാദികൾ താക്കൂർ, കൃഷ്ണ, ജഡേജ, കരുൺ എന്നിവരാണ്. പിന്നെ മോശം ഫീൽഡിങ്ങും. എന്തായാലും ഇംഗ്ലണ്ട് ബോളിംഗിന് മുന്നിൽ മുട്ടുവിറയ്ക്കാതെ കളിക്കാൻ പറ്റിയത് വലിയ കാര്യം. മുഴുവൻ മാർക്കും നൽകേണ്ടത് ഇംഗ്ലണ്ട് ഓപ്പണിംഗ് കൂട്ടുകെട്ടിനാണ്. അവസാന ദിവസം ആദ്യ സെഷനിൽ 1 വിക്കറ്റ് പോയിരുന്നെങ്കിൽ ഇന്ത്യയുടെ കയ്യിൽ വരുമായിരുന്നു. ബെൻ ടെക്കയും സാക് ക്രോളിയും വിദഗ്ധമായി തന്നെ ബുംറയെ നേരിട്ടു. അവസാന ദിവസം അടുപ്പിച്ച് ഈ 2 വിക്കറ്റുകൾ വീഴ്ത്തി എന്നതൊഴിച്ചാൽ പ്രസിദ്ധ് കൃഷ്ണയും താക്കൂറും മത്സരത്തിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല. ബെൻ സ്റ്റോക്സ് പോയപ്പോൾ പോലും ഇന്ത്യക്ക് ചെറിയ സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ ജാമി സ്മിത്തിനെ സമ്മർദ്ദത്തിലാക്കാൻ ഒരു തരത്തിലും ടീമിന് കഴിഞ്ഞില്ല. സെഞ്ചുറിക്ക് മുൻപ് ഡെക്കയുടെ ക്യാച്ച് വിട്ടുകളഞ്ഞ ജയ്സ്വാളിന്റെ ഫീൽഡിംഗും ഇംഗ്ലണ്ടിനെ വിജയിപ്പിച്ചു. സെഞ്ചുറി നേടിയ 4 മുൻനിര ബാറ്റ്സ്മാൻ ഒഴികെ ആരും കാര്യമായി സംഭാവന നൽകിയിട്ടില്ലെന്നതും ഇന്ത്യൻ ഡേറ്റിംഗ് ലൈനപ്പിൽ ശ്രദ്ധേയമാണ്. നിതീഷ് റെഡ്ഡി വന്നാൽ ഒരു അഡീഷണൽ ബാറ്ററെയും മീഡിയം പേസറെയും കിട്ടും. ഇംഗ്ലീഷ് കണ്ടീഷനിൽ അയാളുടെ ബൌളിംഗ് നിർണായകമാകാൻ സാധ്യതയുണ്ട്. ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായാണ് 5 സെഞ്ചുറികൾ നേടിയ ടീം ടെസ്റ്റ് മത്സരം തോക്കുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഇതുപോലെയുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.